നമസ്കാരം, ഞാൻ സുനിത, ആസ്ട്രോളജറാണ്. കണ്ടകശനി തുടങ്ങി, ഇനി കഷ്ടകാലാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ? അതായത് എന്താണ് കണ്ടകശനി? ജന്മരാശിയുടെ 4, 7, 10 ഭാവങ്ങൾ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ, അല്ലെങ്കിൽ നക്ഷത്രം നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഭാവങ്ങൾ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കണ്ടകശനി. എല്ലാ കണ്ടകശനിയും ഒരുപോലെ ദോഷകാരികളല്ല. അതായത് ജാതകത്തിൽ ശനിയുടെ ബലം, ദശ, നമ്മുടെ ദശാകാലഘട്ടം, ഒരു ശുഭഗ്രഹത്തിന്റെ മഹാദശയാണെങ്കിൽ കണ്ടകശനിയുടെ ദോഷം ബാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ജാതകത്തിൽ ശനി വളരെ ബലവാനാണ്, ഇഷ്ടഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിലും ശനിയുടെ കണ്ടകശനിയോ ഒന്നും അധികം ദോഷം ചെയ്യില്ല നമുക്ക്. അപ്പോ ഇങ്ങനെ പല കണ്ടീഷൻസ് നോക്കി ഗ്രഹങ്ങളുടെ സ്ഥാനം ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് കണ്ടകശനി ദോഷകാരി ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തേണ്ടത്. കണ്ടകശനി എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. ശനി ഒരു ക്രൂരഗ്രഹമായിട്ടാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണത്. ശനി ഒരു കർമ്മദാതാവാണ്, കാർമിക് പ്ലാനറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള ഫലം നൽകുന്ന ഗ്രഹമാണ് ശനി. ശനി നമ്മളെ ഒരിക്കലും തകർക്കാനല്ല വരുന്നത്, മറിച്ച് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റാനും അച്ചടക്കം വളർത്തിയെടുക്കാനും ക്ഷമ പഠിപ്പിക്കുവാനുമാണ് വരുന്നത്. കഠിനാധ്വാനം ചെയ്യാനും സമയത്തിന്റെ വില മനസ്സിലാക്കാനും ജീവിതത്തെ കൂടുതൽ ചിട്ടയോടെ പ്രായോഗികമായി സമീപിക്കാനുമുള്ള ഏറ്റവും മികച്ച അവസരമാണ് കണ്ടകശനിയുടെ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയാം. അതൊരു ലെസൺ നമ്മൾ ലേൺ ചെയ്യണം ആ ടൈമില്. ഈ സമയത്ത് ജോലിയിലോ താമസ സ്ഥലത്തോ മാറ്റങ്ങൾ വന്നേക്കാം, പുതിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ തേടിയെത്തിയേക്കാം. തുടക്കത്തിൽ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇതൊരു വഴിത്തിരിവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ആത്മവിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് അതുകൊണ്ട് തന്നെ കണ്ടകശനി ഒരിക്കലും ദോഷകാരിയല്ല. എല്ലാ കണ്ടകശനിയും ഒരുപോലെ ദോഷകാരിയല്ല. അടുത്ത വീഡിയോയിലൂടെ ഒരു 4, 7, 10 ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അനുഭവത്തിൽ വരുന്നത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.